മലപ്പുറത്തെ സംബന്ധിച്ച് സമുദായത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവേ, നിങ്ങൾക്ക് ഇപ്പോൾ മലപ്പുറത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വൈകി ഒരു സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നല്ലതാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദു പത്രം വൈകിയെങ്കിലും തിരുത്തി കേരളം പ്രകടിപ്പിച്ചു. അത് അഭിമാനകരവും മാതൃകാപരവും അല്ല, അത് ആശ്വാസകരമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടിണിക്കിട്ടും ജയിലിലടച്ചും സമരമൊതുക്കാൻ നോക്കേണ്ട, മാപ്പിള നാടിനെ വേലി കഴിക്കാൻ നമ്പൂരിച്ച പണമുണ്ടോ എന്ന് മുദ്രാവാക്യം വിളിച്ചത് ആരാണെന്നറിയാവോ? ഏതാ മാപ്പിളനാട്? KPCC ഓഫീസിൽ ചരിത്രം അറിയുന്ന ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ പോയി ചോദിക്കണം. മാപ്പിളനാടെന്ന് മലപ്പുറത്തെ വിളിച്ചത് ജനസംഘവും കോൺഗ്രസ് നടത്തിയ മലപ്പുറം ജില്ലാ വിരുദ്ധ രൂപീകരണ സമരത്തിലാണ് വിളിച്ചത്. അങ്ങേക്കറിയുമോ? നിങ്ങളാണ് ഇപ്പൊ മലപ്പുറത്തെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി പോയത് അദ്ദേഹം ഉപയോഗിച്ച രണ്ട് പദം, അത് എന്റെ അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെയാണ്. ഞാൻ ആ പദം എന്റേതായി ഉപയോഗിക്കുകയുമില്ല. അദ്ദേഹം പറയുന്നു RSSന് കൂട്ടിക്കൊടുക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എനിക്കറിയില്ല നമ്മുടേതുപോലൊരു സംവാദത്തിൽ ഉപയോഗിക്കാൻ ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദമാണോ ഇതെന്ന് പ്രേക്ഷകർ ചിന്തിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടുമ്പോൾ ഓഫീസിൽ പോയി ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യണം. അദ്ദേഹം അതോടൊപ്പം പറഞ്ഞത് എന്നോട് പറഞ്ഞു ഉളുപ്പ് വേണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനെന്നാണ്. ഞാൻ തിരികെ അങ്ങേക്ക് ഉളുപ്പുണ്ടോ എന്ന് സത്യസന്ധമായി ഞാൻ ചോദിക്കില്ല. അങ്ങയുടെ വാദത്തിന്റെ മുഖ്യമായ ഒരു ഘട്ടം എന്താണ്? അങ്ങ് പറയുന്നത് റിലയൻസിൽ ജോലി ചെയ്യുന്ന ഒരു പ്രതിനിധിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഒരു ദേശീയ ദിനപത്രത്തിൽ സംഘപരിവാരത്തിന്റെ നരേഷൻ കേരളത്തെ സംബന്ധിച്ച് ഒരു ജില്ലയും ഒരു സമുദായത്തെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച RSSന്റെ ഒരു പരോക്ഷ പ്രചാരകനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയോ? ഇതാണ് അങ്ങയുടെ ആകെത്തുകയായിട്ട് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാചകം. എന്താണ് അങ്ങയുടെ അനുഭവം? അത്തരം ഒരു നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചാൽ ഏക്കുന്നയാളാണോ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി? അങ്ങേക്കറിയില്ലേ RSSൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന്? ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. റിലയൻസിന്റെ ഒരു പ്രചാരകൻ മുഖാന്തരം RSSന്റെ ഒരു നരേഷൻ പ്രചരിപ്പിക്കേണ്ട ഗതികേട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇല്ല. അങ്ങനെ ഒരു അളവുകോൽ വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളുടെ പ്രചാരകരായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ തിരികെ 2-3 ദൃശ്യങ്ങൾ അങ്ങോട്ട് പറയാം. അങ്ങ് എന്ത് ചെയ്യും? പരസ്യമായി RSSന്റെ ശാഖയിൽ പോയി മുസ്ലിങ്ങൾ രാജ്യവിരുദ്ധരാണെന്നും കൊന്നുകളയേണ്ടവരാണെന്നും പ്രചരിപ്പിച്ച ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊടുത്തിയ ആളാണ് ആര്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. നിങ്ങളാണോ പ്രചാരകൻ മുഖാന്തരം പ്രചരണം നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപണം നേരിടുന്നത്? ഞങ്ങളാണോ RSSുമായി നേരിട്ട് ബന്ധം പുലർത്തിയത്? RSS നേതാവ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർക്സിസ്റ്റുകാരെയും കൊന്നുകളയണമെന്ന് പുസ്തകം എഴുതി വെച്ചവന്റെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് നിലവിളക്ക് കൊളുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ അനുചരൻ ഇതുവരെ തിരുത്തിയിട്ടില്ല, ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അയാൾ വന്നിട്ട് ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വർഗീയവാദിയുമായിട്ട് റിലയൻസ് മുഖാന്തരം പരോക്ഷ ബന്ധമില്ല എന്ന്. കമ്മ്യൂണിസ്റ്റുകാർ ശാഖ ആക്രമിക്കുമെന്ന് കേട്ടപ്പോ കാവൽ നായെ അനുസ്മരിപ്പിക്കും വിധം എടക്കാട് പോയി RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ കിടന്നു എന്ന് പറഞ്ഞ ആള് BJPയുടെ പ്രസിഡന്റ് അല്ല. ഇപ്പോഴും അദ്ദേഹം നമ്മളെ ഭാഗ്യവശാൽ KPCC പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന്റെ സന്തത സഹചാരിയായി നടക്കുന്ന മാന്യനാണ് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, റിലയൻസിന്റെ പ്രചാരകൻ മുഖാന്തരം ഹിന്ദു പത്രവുമായി ചേർന്ന് RSSന്റെ പ്രചരണത്തെ നിങ്ങൾ ഏറ്റെടുത്തോ? ആദ്യം നിങ്ങൾ ശാഖയ്ക്ക് കാവൽ കിടക്കുന്ന പണി അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷവാദികളെയും സത്യസന്ധരായി ജീവിക്കുന്നവരെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ മുമ്പിൽ മുട്ടിലിഴയാനും കിടന്നുകൊടുക്കാനും പോയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തെറ്റെന്ന് പറ. എന്നിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ. അങ്ങേക്കറിയില്ലേ RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം ഏതാണ്? യൂത്ത് കോൺഗ്രസ് നേതാവിന് അറിയില്ല, അതെനിക്ക് ഉറപ്പാണ്. ആങ്കർക്കറിയില്ലേ? ഓർഗനൈസർ 2021 പറയുന്നു ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും RSSന് ദിനംപ്രതി ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്ന നാട് നമ്മുടെ കേരള. എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ പള്ളി കത്തിക്കാനും ബൈബിൾ കത്തിക്കാനും കന്യാസ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും മതനിരപേക്ഷവാദികളുടെ ജീവനെടുക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിത ഹിന്ദുക്കളെ കൊന്നുകളയാനും എന്തുകൊണ്ടാണ് കേരളത്തിൽ RSSന് കഴിയാത്തത്? യൂത്ത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ? കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ? ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഉള്ളതുകൊണ്ടാണോ? അല്ല, ശാഖകൾക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. തലശ്ശേരി കലാപം മുതൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില ഈ 3 പേരെയും 4 തവണ കണ്ട് 4 മണിക്കൂർ വത്സനത്തില്ലെങ്കിലുമായി ചർച്ച ചെയ്തവരാണ് ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് അധികാരത്തിലുണ്ട്. പേര് MR അജിത് കുമാർ മാറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ടതെന്നേ, ആങ്കർക്ക് ഒരു സംശയം വേണ്ട. ഞങ്ങൾ RSS ആണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ DGP ആകാൻ കോടതിയിൽ പോയി അയാൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ ഗതികേടുള്ളവരല്ല ഞങ്ങൾ അശോക് സിംഗാറിനെതിരെ കേസെടുത്തിട്ട് ആ കേസ് പിൻവലിച്ച മാനുഷിക പരിഗണന നടത്തിയ മുഖ്യമന്ത്രിയുമല്ല ഞങ്ങളുടെ മന്ത്രി. RSSകാർ ബോംബെറിഞ്ഞ CI മോഹനചന്ദ്രൻ നായരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാനുഷിക പരിഗണന കൊടുത്ത RSSനോട് ക്ഷമിച്ച നേതാവുമല്ല പിണറായി വിജയൻ. അങ്ങേക്ക് ഒരു സംശയം വേണ്ടതില്ല. RSS നേതാക്കന്മാരെ കണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ മൂല്യങ്ങളെ തകർക്കാൻ ഏത് വലിയവൻ ശ്രമിച്ചാലും
അയാൾ ഈ കാര്യത്തിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് കോൺഗ്രസ് പറയുമ്പോഴോ ഏതെങ്കിലും മറ്റു ചിലർ പറയുമ്പോഴോ ഈ മണിക്കൂറിൽ ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതിന്റെ നിയതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേരളത്തിന്റെ മൂല്യങ്ങളെ ബലികഴിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ വെള്ളം കുടിക്കും, അയാൾ വേലിക്ക് പുറത്തായിരിക്കും. കാരണാവിന്റെ വർഗീയതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ മറുപടി 2 മിനിറ്റോടെങ്കിലും എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണ്, ഇതിനേക്കാൾ കൂടുതൽ ഗൗരവപൂർണ്ണമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. എന്താണ് ഉന്നയിച്ചത്? അദ്ദേഹം മലപ്പുറത്തെ സംബന്ധിച്ച്, സമുദായത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവേ, നിങ്ങൾക്ക് ഇപ്പോൾ മലപ്പുറത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വൈകി ഒരു സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നല്ലതാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദുപത്രം വൈകിയെങ്കിലും തെറ്റ് തിരുത്തി കേരളം പ്രകടിപ്പിച്ചു. അത് അഭിമാനകരവും മാതൃകാപരവും അല്ല, അത് ആശ്വാസകരമാണ്. പക്ഷെ നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ട്? പട്ടിണിക്കിട്ടും ജയിലിലടച്ചും സമരമൊതുക്കാൻ നോക്കേണ്ട, മാപ്പിള നാടിനെ വേലി കഴിക്കാൻ നമ്പൂരിച്ച പണമുണ്ടോ എന്ന് മുദ്രാവാക്യം വിളിച്ചത് ആരാണെന്നറിയാവോ? ഏതാ മാപ്പിള നാട്? KPCC ആഫീസിൽ ചരിത്രം അറിയുന്ന ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ പോയി ചോദിക്കണം. മാപ്പിള നാടെന്ന് മലപ്പുറത്തെ വിളിച്ചത് ജനസംഘവും കോൺഗ്രസ് നടത്തിയ മലപ്പുറം ജില്ലാ വിരുദ്ധ രൂപീകരണ സമരത്തിലാണ് വിളിച്ചത്. അങ്ങേക്കറിയുമോ? നിങ്ങളാണ് ഇപ്പൊ മലപ്പുറത്തെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനുള്ളിൽ സ്വർണ്ണം കടത്തിയെന്ന്? അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിൽ സ്വർണ്ണം കടത്തി നിങ്ങൾ പറഞ്ഞില്ലേ? സമുദായത്തെ തകർത്തില്ലേ? സമുദായ സ്നേഹികളെ തകർത്തില്ലേ? വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? മതവികാരം വ്രണപ്പെടുത്തിയില്ലേ? തെറ്റു പറഞ്ഞോ? തെറ്റേറ്റു പറഞ്ഞോ? ഖേദം പ്രകടിപ്പിച്ചോ? അത് വാർത്തയാക്കിയ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കമല ഇന്റർനാഷണലും വരദരാജാരിയുടെ തലപരിശോധനയും അതോടൊപ്പം രമ്യകർമ്മയും ഉണ്ടെന്ന് മഹേശ്വര ദേവിയെ പോലെ ഒരു എഴുത്തുകാരിയെ വരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഖേദം പ്രകടിപ്പിച്ചോ? മാപ്പ് പറഞ്ഞോ? അപ്പോൾ ഇമാതിരി നുണകൾ പ്രചരിപ്പിച്ച് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. തെറ്റു ഏറ്റു പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ തെറ്റേറ്റു പറഞ്ഞ ആശ്വാസികരമായ ഒരു കാര്യം ചെയ്തൊരു മാധ്യമ സ്ഥാപനത്തെ നോക്കി എന്തേ കേസെടുക്കുന്നില്ല? അങ്ങനെ കേസെടുക്കാനാണെങ്കിൽ മഹേശ്വര ദേവി മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദാര്യം പറ്റുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടന്നേനെ. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഈ ഏർപ്പാട് ചെയ്യാൻ കേരളത്തിൽ ആരും ബാക്കിയുണ്ടാവുമായിരുന്നില്ല. അങ്ങ് മനസ്സിലാക്കണം. പിന്നെ